20 മുതൽ 40 വരെ ഒരു ബ്രീത്ത് ഒരു മിനിറ്റിൽ മുയൽ ശ്വാസം എടുക്കും. അതേപോലെ തന്നെ ഒരു പട്ടി, നായെ ഒരു മിനിറ്റിൽ എത്ര ബ്രീത്ത് എടുക്കുമെന്ന് അറിയാമോ? അതിന്റെ പരമാവധി ആയുസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. അത് പരമാവധി കൂടുതൽ ബ്രീത്താണ് എടുക്കുന്നത്. മിനിമം 40 മുതൽ 50 വരെ ബ്രീത്താണ് നായ എടുക്കുന്നത്. എന്നാൽ മനുഷ്യരെടുക്കുന്നതോ ഒരു മിനിറ്റിൽ 15 മുതൽ 18 വരെ ബ്രീത്താണ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമ അതിന്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് 300 മുതൽ 400 വരെയാണ്. അത് ബ്രീത്ത് എടുക്കുന്നത് എത്രയാണെന്നറിയോ? ഒരു മിനിറ്റിൽ 3 മുതൽ 4. അപ്പൊ ബ്രീത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. ബ്രീത്തിങ് ആണ് നമ്മുടെ ലൈഫ്, അതാണ് ലൈഫ് സ്ട്രക്ചർ, ലൈഫ് ഫോഴ്സ് ആണത്. അവന്റെ ഉള്ളിലുള്ള സോളുമായിട്ട് കണക്റ്റഡ് ആയാൽ മാത്രമേ ഈ പ്രാണ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്കും കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള സകാരാത്മകമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചതിന് ഓരോ ബോഡി പോയിന്റ്സിലും നമ്മൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, നമ്മുടെ നെഗറ്റീവ് വികാരങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ടച്ച് ചെയ്തിട്ട് ലൈഫ് മൊത്തത്തിൽ മാറ്റണം. ഇതുവരെ അവർ ചിന്തിച്ചു വെച്ചിരുന്നത് തെറ്റായിരുന്നു. സ്വന്തമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ അവർ എന്താണ് ഇനി ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ഈ ലാവ കോൺഷ്യസ്നസ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മെൻ്റൽ ഹെൽത്ത്, അതായത് ഇപ്പോൾ അവർ കൊണ്ടുപോകുന്ന അവരുടെ സ്ട്രെസ്സ്, മെൻ്റൽ ഹെൽത്ത്, അത് അല്ലെങ്കിൽ അവർക്ക് ഇനി ലഭിക്കാനുള്ള വെൽത്ത്, ലൈഫ് ലോങ് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വെൽത്തും ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ടെക്നിക്കിന് കഴിയുമോ? ഇത് രാഹുൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് പോണോഗ്രഫിയും ഇൻ്റർനെറ്റ് അഡിക്ഷനുമാണ്. നമ്മുടെ ഉള്ളിൽ പുറമേ നിന്ന് എടുക്കുന്ന നോളജ് എല്ലാം കൂടെ എടുത്ത് നമ്മുടെ പാത്രം നിറഞ്ഞിരിക്കുക. എങ്ങനെ പുതിയ ഒരു ക്രിയേറ്റിവിറ്റി അതിൽ നിന്നുണ്ടാവും? പുതിയത് തിരഞ്ഞെടുക്കാൻ ഒരു സ്പേസ് പോലും അവിടെ ഇല്ല. നമ്മൾ ഈ കഴിഞ്ഞ ഇത്രയും കാലഘട്ടത്തിനിടയിൽ നോളജ് എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. പുറമേ നിന്ന് എടുക്കുന്ന, ഇപ്പം നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ അറിയാം, ഗൂഗിളിനോട് ചോദിച്ചറിയാം, അറിവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ആദ്യം ഈ ഉള്ളിലുള്ള നോളജിനെ എല്ലാം നമ്മൾ ഇറക്കി വെക്കണം. നമ്മൾ പുതിയ ഡാറ്റാസ് അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം അവൻ്റെ ഉള്ളിൽ തന്നെ ഊർജമുണ്ട്. അത് അവൻ ഈ ഫോറിൻ മാറ്റർ ആയിട്ടുള്ള പുറമേ നിന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വയാഗ്ര പോലെയുള്ള അല്ലെങ്കിൽ ട്രാൻസിലേക്ക് പോകാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും അവന് വേണ്ട. ഇവൻ്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന അവൻ്റെ വൈറ്റൽ എനർജി, ഈ വൈറ്റൽ എനർജിയെ അവൻ്റെ ഈ പറയുന്ന പാർട്ടിൽ നിന്നും, ഹാരായിൽ നിന്നും, അവൻ്റെ സെക്ഷൽ പെൽവിക് ഏരിയയിൽ നിന്നും അവൻ അതിനെ റിലീസ് ചെയ്ത് അവനെ ഹാർട്ടിലേക്ക് കൊണ്ടുവന്നാൽ സ്നേഹമായി മാറും, ഹ്യൂമാനിറ്റിയായി മാറും, മറ്റുള്ളവരെ കരുതലായി മാറും, സന്തോഷത്തോടെ ആനന്ദമായി മാറും. അതിനെ കുറച്ചുകൂടി അവൻ്റെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്നാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ സാധ്യതകളിലേക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി, വളരെ അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റി തീർക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഇത് ഒരു പരിവർത്തനം സംഭവിക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹീലിംഗ് ടെക്നിക്കുകളുണ്ട്. അപ്പം അവരും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പം റേക്കി ഉണ്ട്, അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് ഉണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം സൈക്കോളജിസ്റ്റുമാരുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മാനിഫെസ്റ്റേഷൻ കോച്ചുകളുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകൾ അവരുടെ മുന്നിൽ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് അവരുടെ ലൈഫിൽ അവർക്ക് അത് റിയൽ ലൈഫിൽ അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഈ നമ്മൾ ചെയ്യുന്ന ടൂൾ ഇതൊരിക്കലും ഒരു ഹീലിംഗ് ടെക്നിക്ക് അല്ല. ഇതൊരു ഫിസിക്കലായിട്ട് ചെയ്യുന്ന ടൂളാണ്. അതായത് നമ്മുടെ നാട്ടിൽ മെഡിറ്റേഷനുകളുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് 3 ത്രിതലങ്ങളാണുള്ളത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. 5 ഭൂതങ്ങളാൽ സൃഷ്ടിതമാണ് നമ്മൾ. അപ്പം നമ്മുടെ ഈ ത്രിതലങ്ങളെ, നമ്മുടെ ശാരീരികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ട്രോമാസ്, ഇതെല്ലാം നമ്മുടെ ബ്രീത്തിങ്ങിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ എനിക്കൊരു ബ്രീത്തിങ് പാറ്റേൺ ഉണ്ടാവും. ഞാൻ ഒരു ആക്സിഡൻറ്റ്, ആലുവ ജംഗ്ഷനിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു, ഒരു സുഹൃത്തിൻ്റെ ആക്സിഡൻറ്റ് നടന്നെന്ന് പറയുമ്പോൾ രാഹുൽ ഇവിടുന്ന് ഇറങ്ങി ഓടുമ്പോൾ ഒരു ബ്രീത്തിങ് പാറ്റേൺ ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ ഒരു ഗെറ്റ് ടുഗദറിന് പോവുകയാണെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ബ്രീത്തിങ് പാറ്റേൺ ഉണ്ടാവും. അപ്പം ഈ ബ്രീത്ത് എന്ന് പറയുന്നത് നമ്മുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനോടൊപ്പം അകത്തേക്ക് വരുന്ന ഈ എനർജി മോഷൻ, ഇമോഷൻ എന്നാണ് പറയുന്നത്, എനർജി മോഷൻ. അകത്തേക്ക് വരുന്ന ഈ ഇമോഷനുകളെ, നമ്മുടെ ബ്രീത്തിനോടൊപ്പം വരുന്ന ഇമോഷനുകൾ നമ്മുടെ ബോഡിയിലെ മസിലുകളിലെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ അതിനെ പുറത്തു വിടുന്നില്ല. നമ്മളിപ്പോൾ തന്നെ ഞാനും രാഹുലുമായിട്ട് സംസാരിക്കുമ്പോൾ കൂടുതലും നമ്മൾ ഇൻഹെയിൽ എടുക്കുകയാണ്. നമുക്കെല്ലാം മനുഷ്യൻ, പ്രത്യേകിച്ച് ആളുകളുടെ ഒരു പ്രത്യേകത റിസീവിങ് മോഡാണ്, ഗിവിങ് മോഡല്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? നമ്മൾ എക്സേൽ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വിടുന്നു. നമ്മുടെ ഉള്ളിൽ ഈ വരുന്ന തോട്ടായാലും നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാത്തിനെയും നമ്മൾ എക്സേൽ ചെയ്ത് പുറത്ത് കളയാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ഒന്നാമത് നമ്മുടെ ആ ബ്രീത്തിങ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ആ ബ്രീത്തിങ് ഇപ്പം ഇത് ഹീലിംഗ് അല്ല, മെഡിറ്റേഷനും അല്ല. ഇത് അതാ ഞാൻ പറയുന്നത്. അത് ഈ ത്രിതലങ്ങളെ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ബ്രീത്തിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ആളിലെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ രാഹുൽ പറഞ്ഞ ചോദ്യം കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞാൽ, ഒരു മുയലിന്റെ ആയുസ് പരമാവധി എത്ര? ഒരു 10 കൊല്ലം 20 കൊല്ലം. ഒരു മുയൽ ബ്രീത്ത് എടുക്കുന്നത് മിനിമം 30 മുതൽ 40 വരെയാണ് ഒരു മിനിറ്റിൽ ബ്രീത്ത് എടുക്കുന്നത്. ഒരു മനുഷ്യൻ എത്ര ബ്രീത്ത് എടുക്കും ഒരു മിനിറ്റിൽ? 20 മുതൽ 40 വരെ ഒരു ബ്രീത്ത് ഒരു മിനിറ്റിൽ മുയൽ ശ്വാസം എടുക്കും. അതേപോലെ തന്നെ ഒരു പട്ടി, നായെ ഒരു മിനിറ്റിൽ എത്ര ബ്രീത്ത് എടുക്കുമെന്ന് അറിയാവോ? ഇല്ല. അതും ഇതേപോലെ തന്നെ അതിന്റെ പരമാവധി ആയുസ് എന്ന് പറഞ്ഞാൽ 12ആണ്. അത് പരമാവധി കൂടുതൽ ബ്രീത്താണ് എടുക്കുന്നത്. മിനിമം 40 മുതൽ 50 വരെ ബ്രീത്താണ് നായ എടുക്കുന്നത്. എന്നാൽ മനുഷ്യനെടുക്കുന്നതോ ഒരു മിനിറ്റിൽ 15 മുതൽ 18 വരെ ബ്രീത്താണ്, ആഴമുള്ള ബ്രീത്താണ് മനുഷ്യൻ എടുക്കുന്നത്. എന്നാൽ ആമ എന്ന് പറയുന്ന കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമ, അതിൻ്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് 300 മുതൽ 400 വരെയാണ്. അത് ബ്രീത്ത് എടുക്കുന്നത് എത്രയാണെന്നറിയോ? ഒരു മിനിറ്റിൽ 3 മുതൽ 4 ഒരു മിനിറ്റിൽ. അപ്പൊ ബ്രീത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. ബ്രീത്തിങ് ആണ് നമ്മുടെ ലൈഫ്, അതാണ് ലൈഫ് സ്ട്രക്ചർ, ലൈഫ് ഫോഴ്സ് ആണത്. നമ്മുടെ ബ്രീത്തിങ് എത്രത്തോളം ആഴത്തിലാകുന്നു അത്രത്തോളം നമുക്ക് കൂടുതൽ വൈബ്രൻ്റ് ആവാൻ കഴിയും, നമുക്ക് കൂടുതൽ അമർത്യതയിലേക്ക് പോകാൻ കഴിയും, വളരെ ആക്റ്റീവായിട്ട് എനർജൈസ്ഡ് ആവാൻ കഴിയും. പലർക്കും ഈ ബ്രീത്തിങ്ങിനെ ഉപയോഗിക്കാൻ അറിയില്ല. നമ്മൾ ചെയ്യിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസാണ്. ലോങ് ബ്രീത്ത്, ഷോർട്ട് ബ്രീത്ത്, മിഡിൽ ബ്രീത്ത്, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള ബ്രീത്ത് എക്സസൈസിലൂടെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ ഇമോഷനുകളെയും, നെഗറ്റീവ് എനർജിയെയും, നെഗറ്റീവ് തോട്ട്സുകളെയും, നിഷേധാത്മകതയും എല്ലാം തന്നെ നമ്മൾ എക്സേൽ ചെയ്ത് പുറത്ത് കളയും. സയന്റിഫിക് ആയിട്ട് പ്രൂവ്ഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറയുന്ന ടാവോ ടീച്ചിങ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് ടാവോ ടീച്ചിങ്. ടാവോ ടീച്ചിങ്ങിൽ BC 6000 അദ്ദേഹത്തിൻ്റെ തോട്ടാണ് അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് പ്രൂവ്ഡാക്കി അദ്ദേഹം ചെയ്ത ടൂള് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള മന്ദക്ചിയ ഇന്ന് ലോകമാകെ തന്നെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂളാണ് ഞാൻ ഈ പറയുന്ന ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം തന്നെ, ഈ ബ്രീത്തിങ്ങിനെ കുറിച്ച് എനിക്ക് ഡിപ്രഷനുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഉറക്കക്കുറവുണ്ടെന്ന് ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചോളൂ. എന്താ അതിനുള്ള മറുപടി പറയുന്നത് നമുക്ക് നോക്കാം. ബ്രീത്തിങ് ആണെന്ന് പറയും. അപ്പോൾ ബ്രീത്തിങ്ങിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ബ്രീത്തിങ്ങിനെയാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന്. രണ്ടാമത്തെ ടൂളെന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെൻറ്റ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ, ഞാൻ ഈ പറയുന്ന നമ്മുടെ പെൽവിക് ഏരിയയിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഇമോഷനുകളെല്ലാം നമ്മുടെ ബ്രീത്തിങ്ങിലൂടെ ഉള്ളിലേക്ക് വരുന്ന നമ്മുടെ പാസ്റ്റ് ഈവൻസ്, ചെറുപ്രായത്തിലുണ്ടായിട്ടുള്ള ട്രോമാസ്, ഫോബിയായെ, അതേപോലെ തന്നെ നമ്മുടെ ഫിയർ എല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ മസിലുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതൊരു ബ്ലോക്കേജ് ആയി. ഇപ്പോൾ ഒരു ടാപ്പ് ആണെങ്കിൽ അത് ഇടയ്ക്ക് വെച്ചിട്ട് ബ്ലോക്ക് ആയാലുള്ള അവസ്ഥ എന്താ? യഥാർത്ഥമായ ഫ്ലോ ഉണ്ടാവുമോ? അപ്പം നമ്മളിങ്ങനെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷനുകളെയും നമ്മൾ എന്ത് ചെയ്യും? മൂവ്മെൻറ്റ്സിലൂടെ
മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രീത്തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ എനർജിയുടെ ഫോം, അറ്റൻഷൻ, ഇൻറ്റൻഷൻ, വിഷ്വലൈസേഷൻ, ബ്രീത്തിങ്, ആ മാർഗത്തിലൂടെ നമ്മുടെ ബോഡിയെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യിച്ചിട്ട്, നമ്മുടെ ബോഡിയെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട്, നമ്മുടെ ബോഡിയെ പല രൂപത്തിൽ പല പൊസിഷനുകളിൽ നമ്മുടെ ബോഡി ഫിസിക്കലി നമ്മൾ വിവിധ ആക്ടിവിറ്റീസിലൂടെ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെയെല്ലാം എക്സൈലിലൂടെ പുറത്ത് കളയും. രണ്ടാമത് മൂവ്മെൻറ്റ്സ്, ഒന്നാമത് ബ്രീത്തിങ്. മൂന്നാമത്തതാണ് ഇവനെ വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള സോളുമായിട്ട് കണക്റ്റഡ് ആയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ കഴിയത്തുള്ളൂ. സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ നമ്മൾ അകത്തേക്ക് നോക്കണം. നമ്മളിപ്പോൾ പുറമെയാണ് നോക്കുന്നത്. നമുക്ക് അകത്തേക്ക് നോക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ആദ്യം നമുക്ക് അറ്റൻഷൻ ഉണ്ടാവണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. നമ്മളിപ്പോൾ പുറമെയാണ് നോക്കുന്നത്. നമ്മുടെ കണ്ണ് പുറത്തേക്കാണ്. നമ്മൾ അകത്തേക്കൊരു തേർഡ് പാർട്ടി ആയിട്ട്, ഒരു സാക്ഷിഭാവത്തിൽ നമ്മുടെ ഇമോഷൻ എന്താണ്, നമ്മുടെ തോട്ട് എന്താണ്, അത് വരുന്നു, ഉണ്ടാവുന്നു, നശിക്കുന്നു, നമ്മളിലേക്ക് വരുന്നു, നമ്മുടെ വികാരങ്ങൾ എന്താണ്, നമ്മുടെ വിചാരങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഇൻസൈഡിലേക്കൊരു നോട്ടം നോക്കും. അത് നമ്മുടെ സോളിന് വേണ്ടിയുള്ളതാണ്. മൂന്നാമത്തതാണ് ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഇൻസൈഡ് നോക്കുന്ന ഒരു ടൂളുണ്ട്. ഇങ്ങനെ ഈ മൂന്നും ഒപ്പം തന്നെ അവരുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ കിഡ്നി പാർട്ടിലും ഈ ബോഡിയിലെ ഏകദേശം 106ഓളം ബോഡി പോയിൻറ്റ്സ് ഉണ്ട്. ആ ഓരോ ബോഡി പോയിൻറ്റ്സിലും നമ്മൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, നമ്മുടെ നെഗറ്റീവ് വികാരങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ടച്ച് ചെയ്തിട്ട് അവിടെ റിലീസ് ചെയ്യിക്കുന്ന, ഹീൽ ചെയ്യിക്കുന്ന പ്രോസസ്സാണ് നാലാമത്തത്. ഈ 4 പ്രോസസ്സ് കൂടി കഴിയുന്നതോടുകൂടി ഒരു പുതിയ ജീവിതം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രമൊഴിഞ്ഞ് പുതിയ ഡാറ്റാസ് സ്വീകരിക്കാൻ കഴിയുന്ന, നമ്മളിപ്പോൾ ഡിലീറ്റ് ബട്ടണാണ് ഇപ്പം പ്രസ് ചെയ്തിരിക്കുന്നത്, ഒരു പുതിയ സോഫ്റ്റ്വെയർ അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ സാധ്യതകളിലേക്ക് ഈ ഊർജത്തെ, നമ്മുടെ ഈ വൈറ്റൽ എനർജിയെ, ഈ പ്രാണ ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്കും നമ്മുടെ ആഗ്രഹത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ലാവോ കോൺഷ്യസ്നെസ്സിൻ്റെ റിട്രീറ്റിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അതായത് പഴയ ചിന്തകൾ ഒരുപാടുള്ള ആളുകളുണ്ട്. അതായത് പഴയ ചിന്തകൾ പേര് അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള ട്രോമ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പേര് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ജീവിതം ഇത് പഠിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചേഞ്ച് ആകും. നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിച്ച് തരുന്നത് കഴിയില്ല, നിനക്ക് ഒന്നും കഴിയില്ല, നിന്നെയും കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ ഒന്നിനും കൊള്ളരുതാത്തവനാണ് എന്ന് കേട്ടാണ് നമ്മൾ ജീവിതത്തിൽ വളർന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള സകാരാത്മകമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, അതാണ് ഒരു മനുഷ്യനെ മൊത്തത്തിൽ തകർത്ത് കളയുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത്, ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഭാര്യമാരാവാം, അല്ലെങ്കിൽ കാമുകിമാരാവാം, അത് അവരുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പണമുണ്ടായിരുന്ന ആളുകൾ അതെല്ലാം നശിച്ച് നാറാണക്കല്ലെടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് പോകും. അത്തരത്തിലുള്ള മനുഷ്യർ, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് സമൂഹത്തിലേക്ക് വന്നിട്ട് അതിനുള്ള സാഹചര്യങ്ങളില്ലാതെ സ്വയം പഴിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, ഇത്തരത്തിലുള്ള മനുഷ്യരാണ് കൂടുതലും ഉള്ളത്. അപ്പം ഇവരുടെ ഈ ചിന്താഗതികളാണ് ഇവരെ ഇത്തരത്തിൽ കൊണ്ടെത്തിക്കുന്ന സാറ് തന്നെ പറഞ്ഞു. അപ്പം ഈ ചിന്താഗതികളെ മാറ്റിയെടുക്കാൻ ഇതിന് പൂർണ്ണമായിട്ടും കഴിയും. അതായത് പൂർണ്ണമായിട്ടും ഈ ചിന്തകളെ മാറ്റി പുതിയൊരു ലൈഫ്, ഒരു പുനർജന്മം എന്ന് പറയുന്ന പോലെ അവർക്ക് മാറാൻ കഴിയും. ഇപ്പോൾ രാഹുൽ ചോദിച്ചതിനകത്ത് കുറേ ചോദ്യങ്ങൾ ഒന്നിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധങ്ങളിൽ ഇതെങ്ങനെ ബാധിക്കും? ബന്ധങ്ങളിൽ ബാധിക്കും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ രാഹുലിനോട് സംസാരിക്കുമ്പം ഞാൻ കോൺഷ്യസ് ആയിട്ട് രാഹുൽ ചോദിക്കുന്ന ചോദ്യം കോൺഷ്യസ്ലി കേട്ട് വേണം ഞാൻ മറുപടി പറയാൻ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല, സംസാരിക്കുമ്പോൾ അറിയുന്നില്ല, സെക്സ് ചെയ്യുമ്പോൾ അറിയുന്നില്ല, ഞാൻ എൻ്റെ അതായത് നമ്മൾ ഹാർട്ടിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. പല ആളുകളും സംസാരിക്കുന്നത് അവരുടെ ലോവർ ലെവലിലുള്ള, അല്ലെങ്കിൽ ഹാരയിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പെൽവിക് പാർട്ടിൽ വെച്ചിട്ടാണ് കാരണം കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ ഭാണ്ഡക്കെട്ടിൽ അവിടെ കിടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹൃദയത്തിൽ വെച്ചിട്ട് സംസാരിക്കാനും, ഒരാളെ സംസാരിക്കുമ്പോൾ ആ പ്രസൻ്റായിട്ട് ബീയിങ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ ഓർത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ?
കാര്യമില്ല. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പക്ഷേ സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ബുദ്ധിമുട്ട് അത് തന്നെയാണ്. അവൻ എത്രയൊക്കെ ചിന്തിക്കരുത് എന്ന് കരുതിയാലും ഈ ചിന്തകളെല്ലാം വന്നുകൊണ്ടിരിക്കും. ഞാനതാ പറഞ്ഞേ, അതായത് എല്ലാവരുടെയും പ്രശ്നം എന്താണ്? തോട്ടാണ് പ്രശ്നം. ഉറക്കക്കുറവിന് കാരണം എന്താണ്? എന്താണ് തോട്ട്, എന്താണ് തിങ്കിങ് എന്ന് അറിഞ്ഞാൽ തന്നെ ഉറക്കക്കുറവ് പരിഹരിക്കും. രാത്രി കിടക്കുമ്പോൾ ചിന്തകൾ വരാതിരുന്നാൽ നമുക്ക് അതിൻ്റെ വഴിക്ക് വിട്ടാൽ നമുക്ക് ഉറങ്ങാൻ കഴിയും. നമ്മൾ ആ ചിന്തകളുടെ പുറകിൽ കയറി നമ്മൾ പോകുന്നതുകൊണ്ടാണ് ഉറക്കം പോകുന്നത്. പക്ഷെ ഇതെല്ലാം അറിയാവുന്ന മനുഷ്യർക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇതെല്ലാം മനുഷ്യർക്ക് അറിയാം, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഐ നോ ബട്ട് ഐ ഡോണ്ട് നോ. എനിക്കെല്ലാം അറിയാം, പക്ഷേ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും ഈ ചിന്തകളാണ് പ്രശ്നം. അപ്പോൾ ആ ചിന്തകൾ ഒരു യൂണിവേഴ്സൽ പ്രോസസ്സാണ്, യൂണിവേഴ്സിൽ നിന്ന് വന്നതാണ്. യൂണിവേഴ്സലിലേക്ക് തന്നെ നമ്മൾ വിടാനുള്ള ഒരു അപ്പോൾ ആദ്യം നമ്മുടെ ഒരു മനസ്സിലേക്ക് ഒട്ടനവധി ചിന്തകൾ വരും. പിന്നെ ഒരു മിനിറ്റിൽ ഒരു ചിന്തയാകും, പിന്നെ 5 മിനിറ്റിൽ ഒരു ചിന്തയെന്ന് വരും, പിന്നെ 1 മണിക്കൂറിൽ ഒരു ചിന്തയെന്ന് വരും. അതിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. ഞാൻ യഥാർത്ഥത്തിൽ രാഹുൽ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമല്ലേ? രാഹുലിനെ പിടിച്ചൊരു പിടിച്ചിട്ടാലൊരു അവസ്ഥ എന്താ? ഇതുപോലെ തന്നെയാണ് ഒരു ചിന്തയുടെ അവസ്ഥയും. അതുണ്ടാകുന്നു, നശിക്കുന്നു. അത് സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളതാണ്.